Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്നായി കണ്ടെടുത്തത് 32 മൃതദേഹങ്ങളും 25 ശരീരഭാഗങ്ങളും. 19 പുരുഷന്മാർ, 11 സ്ത്രീകൾ, 2 ആൺകുട്ടികൾ, 25 ശരീരഭാഗങ്ങൾ എന്നിങ്ങനെയാണ് ലഭിച്ചത്. ഇന്ന് വൈകിട്ട് 7:30 വരെയുള്ള കണക്കാണിത്. മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ തന്നെ പോത്തുകല്ല് ഭാഗത്തുനിന്ന് രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ തുടങ്ങിയിരുന്നു. ജില്ലാശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. 26 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഫോറൻസിക് വിഭാഗം ഡോക്ടർമാരെ എത്തിച്ച് നിലമ്പൂരിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ജില്ലാശുപത്രിയിലെ 2 നില പേവാർഡുകൾ പൂർണ്ണമായും മൃതദേഹങ്ങൾ കിടത്തിയിരിക്കുകയാണ്. ഇതിനായി 50-ലധികം ഫ്രീസറുകൾ ഇതിനകം ആശുപത്രിയിലേക്ക് വിവിധയിടങ്ങളിൽ നിന്നായി എത്തിച്ചിട്ടുണ്ട്. രാത്രിയിലും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരും. ജില്ലയുടെ ചുമതല വഹിക്കുന്ന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ജില്ലാശുപത്രിയിലെത്തി മൃതദേഹങ്ങൾ സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. നിലമ്പൂർ എംഎൽഎ പി വി അൻവർ, ജില്ലാ കളക്ടർ വി ആർ വിനോദ്, ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒഴുകിവന്ന ചാലിയാറിലൂടെ ഒഴുകിവന്ന മൃതദേഹങ്ങളിൽ 32 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. 22 ശരീരഭാഗങ്ങളും ഇതുകൂടാതെ കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ 54 32 മൃതദേഹങ്ങളും 22 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും ശരീരഭാഗങ്ങളുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. വലിയ ഒരു സങ്കടം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ആദ്യ ദിവസം തന്നെ ഇന്ന് പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ തന്നെ ചാലിയാറിൽ മൃതദേഹങ്ങൾ പൊങ്ങുന്നു എന്ന വാർത്തയാണ് ലഭിച്ചത്. അതിനെ തുടർന്ന് നടത്തിയ വ്യാപകമായ തെരച്ചിലിലാണ് 32 മൃതദേഹങ്ങളും 22 ശരീരഭാഗങ്ങളും കണ്ടെത്താനായത്. പി വി അൻവർ എംഎൽഎ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്താടമടക്കം അനവധി ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടനകൾ, പോലീസ്, ട്രോമാ കെയർ, ERF തുടങ്ങിയ അഗ്നിരക്ഷാസേന തുടങ്ങിയവരുടെ കൂട്ടായ തെരച്ചിൽ ശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടു കൂടി 32 മൃതദേഹങ്ങളും 22 ശരീരഭാഗങ്ങളും കണ്ടെത്താനായത്. നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ഈ 22 ശരീരഭാഗങ്ങൾ പല ഭാഗത്തും കൈയും കാലും ഒക്കെ ആയി കിട്ടുന്ന വലിയൊരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന മൃതദേഹങ്ങളിൽ പകുതിയും ഇങ്ങനെ ഭാഗങ്ങൾ ഉൾക്കൊണ്ട ഇതാണ് ആംബുലൻസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കണ്ണീരണിയിക്കുന്ന വേദനാജനകമായ കാഴ്ചകളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി എത്ര പേര് ചാലിയാറിൻ്റെ തീരങ്ങളിൽ മൃതദേഹങ്ങളുണ്ട് എന്നറിയാൻ നമ്മൾ ഇനിയും വേദനയോടെ കാത്തിരിക്കുകയാണ്. എത്ര ആളുകൾ ഇനിയും ചാലിയാർ പുഴയുടെ ഒഴുക്കിൽ ഉൾപ്പെട്ട് കയങ്ങളിലുണ്ടെന്ന് അറിയണമെങ്കിൽ നാളെ രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. രാവിലെ എല്ലാ സംവിധാനങ്ങളോടും കൂടി തെരച്ചിൽ പുനരാരംഭിക്കും. 32 മൃതദേഹങ്ങളിൽ ഒരു പെൺകുട്ടിയുടെയും ഒരു മൗലവിയുടെയും മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 30 മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടങ്ങൾക്ക് ശേഷം മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പേവാർഡിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വലിയ സങ്കടപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ച. കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടലിൻ്റെ സാക്ഷിത്വം, ഒരു വേദന നമ്മുടെ മലയോര ഗ്രാമം ഉൾക്കൊള്ളുകയാണ്. ക്യാമറമാൻ അർഷാദ് അൻവറിനൊപ്പം തോമസ് കുട്ടി, ചാലിയാർ, ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.